Dear students, welcome to a new chapter of SSLC Focus Area Revision Mathematics. Today, we are going to discuss our sixth chapter, that is coordinates. Coordinates എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ ഉള്ള ഏതെങ്കിലും ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പേഴ്സ് യൂസ് ചെയ്യാം, പെയർ ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്യാം എന്നതായിരുന്നു അല്ലേ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ നമ്മൾ പഠിച്ചത് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടിയാണ്. ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ ശ്രദ്ധിക്കുക. കോൺസെപ്റ്റ് റിലേറ്റഡ് ടു കോർഡിനേറ്റ് ആക്സസ്, കോർഡിനേറ്റ് നമ്പേഴ്സ്, defining position of points using coordinate numbers. ആദ്യത്തെ മൂന്നെണ്ണം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് ആണ്. നെക്സ്റ്റ്, coordinate of the vertex of a rectangle where the sides are parallel to the axis. ഓക്കെ, ആക്സസിന് പാരലൽ ആയ സൈഡ് വരുന്ന റെക്ടാംഗിൾസിന്റെ കോർഡിനേറ്റ്സ് ഫൈൻഡ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ടുകൊണ്ട്. ആൻഡ് ദ ഫൈനൽ വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ചാപ്റ്ററിൻ്റെ ഏകദേശം എല്ലാ കണ്ടന്റും ഉണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് നോക്കാം. ഒരു പ്ലെയിനിൽ, ഒരു പരന്ന സ്ഥലത്ത്, അതൊരു പക്ഷേ നമ്മുടെ നോട്ട്ബുക്ക് ആവാം, ബോർഡാവാം, അതും അല്ലെങ്കിൽ ഒരു ചുമരാവാം. ഓക്കെ, അവിടെ ഉള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. ആ രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈൻസ് എടുത്തിട്ട് അതിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മൾ രണ്ട് പെർപെൻഡിക്കുലർ നമ്പർ ലൈൻസ് എടുക്കും. നമുക്കറിയാം ഈ രണ്ടാൾക്കാരെ നമ്മൾ ആക്സസ് എന്ന് വിളിക്കും അല്ലേ. ദിസ് ഇസ് എക്സ് ആക്സസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സസ്. എക്സ് ആക്സസിൽ നമ്മൾ ഇവിടെ 1, 2, 3, 4 എന്ന രീതിയിലേക്ക് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാകും. അതേപോലെ -1, -2, -3, -4 എക്സെട്ര ഇങ്ങനെയും. വൈ ആക്സസിൽ 1, 2, 3, 4 ഈ രീതിയിലേക്കും, -1, -2, -3 ഈ രീതിയിലേക്ക് നമ്മൾ നമ്പർ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാക്കും. സോ ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഒരു പോയിന്റിനെ പൊസിഷൻ പറയാ എന്നുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു പോയിന്റിന്റെ പൊസിഷൻ നമുക്ക് പറയേണ്ടി വന്നാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടെ ഉള്ള ഒരു പോയിന്റിന്റെ പൊസിഷനാണ് പറയേണ്ടതെന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം ഇതിനെ എക്സ് ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും അല്ലേ. ആ പോയിന്റിൽ നിന്ന് എക്സ് ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും, ലൈക്ക് ദിസ്, ഇങ്ങനെ. എന്നിട്ട് അത് ഏത് നമ്പറിലാണോ ടച്ച് ചെയ്യുന്നത് അതായിരിക്കും ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സിമിലർലി നെക്സ്റ്റ് നമ്മൾ വൈ ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും, അത് ടച്ച് ചെയ്യുന്നത് 4-ലാണ്. സോ അതായിരിക്കും ഇയാളുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. സോ ആ പോയിന്റിന്റെ പൊസിഷൻ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് 1,4. ഇങ്ങനെ ഈ എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്ലെയിനിലുള്ള ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും ആ പോയിന്റിന് ഒരു പൊസിഷൻ ഉണ്ടാകും എന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നോക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ അത് നെഗറ്റീവ് ആകാം, ചിലപ്പോൾ അത് പോസിറ്റീവ് ആകാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദിസ് പോയിന്റ് ഹിയർ. ഓക്കെ, ഈ പോയിന്റ് എടുക്കുന്ന സമയത്ത് ഇതിനെ ഞാൻ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, എക്സ് ആക്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ മേ ബി -3 ടച്ച് ചെയ്തു. വൈ ആക്സസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 2 ടച്ച് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് -3,2 ആണ് എന്ന് നമുക്കറിയാം ഇല്ലേ. ഈ രീതിയിലേക്ക് നമുക്ക് ഓരോ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാൻ അറിയാം, പൊസിഷൻ മാർക്ക് ചെയ്യാൻ അറിയാം. The first one must be the x coordinate and the second one must be the y coordinate. X coordinate കണ്ടുപിടിക്കാൻ x ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, y coordinate കണ്ടുപിടിക്കാൻ y ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. മറ്റൊരു രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഡിസ്റ്റൻസ് ആണ് ശരിക്കും y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. x ആക്സസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ആയിരിക്കും അല്ലേ. കാരണം ഈ ഡിസ്റ്റൻസ് 4 അതാണല്ലോ ഈ ഡിസ്റ്റൻസ് വരിക, അതല്ലേ ഇതിന്റെ y കോർഡിനേറ്റ്. അതെ, വൈ ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റിന് ഈക്വൽ ആയിരിക്കും
അങ്ങനെയും നമുക്ക് പറയാൻ കഴിയും. എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് y കോർഡിനേറ്റിന് ഈക്വൽ ആണ്, y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് x കോർഡിനേറ്റിനും ഈക്വൽ ആണ്. കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളത് ചില പോയിന്റുകൾക്ക് പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം. ഏതൊക്കെ പോയിന്റുകൾക്ക് നമ്മൾ പ്രത്യേകത പഠിച്ചിട്ടുള്ളത് നോക്ക്. ഓക്കെ, ഒന്ന് ആക്സിസിലുള്ള പോയിന്റുകളാണ്. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് പോയിന്റ്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്, സോ ഇറ്റ്സ് y കോർഡിനേറ്റ് വിൽ ബി 0. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം, എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും എന്നുള്ള കാര്യമാണ്. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഓഫ് ദി ഫോം എക്സ് കോമ 0. ദാറ്റ് മീൻസ് എക്സ് ക്യാൻ ബി എനി നമ്പർ ബട്ട് ദ y കോർഡിനേറ്റ് വിൽ ബി 0. ആൻഡ് സിമിലർലി ഞാൻ y ആക്സിസിലുള്ള ഒരു പോയിന്റ് എടുത്തു. ഫോർ എക്സാമ്പിൾ കൺസിഡർ ദിസ് പോയിന്റ്. And we know the x coordinate, corresponding x coordinate is 0. അല്ലേ? corresponding x value എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഇതിൻ്റെത് x value 0 ആണ്. So for any point on the y axis, its x coordinate will be 0. So that means any point on the y axis is of the form 0, y. x coordinate 0 ആയിരിക്കും, y coordinate it can be any number. അല്ലേ? ഇതാണ് രണ്ട് സ്പെഷ്യൽ കേസുകളിൽ പൊസിഷന്റെ കാര്യത്തിൽ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എ ലൈൻ പാരലൽ ടു ദി ആക്സസ്. ഓക്കെ, എക്സ് ആക്സസിന് പാരലൽ ആയ ഒരു ലൈൻ വരച്ചു എന്നിരിക്കുക. കൺസിഡർ ദിസ് ലൈൻ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി പാരലൽ ടു അവർ എക്സ് ആക്സസ്. എന്താണ് ഈ എക്സ് ആക്സസിന് പാരലൽ ആയ ലൈനിന്റെ പ്രത്യേകത? ഇതിലുള്ള ഏത് പോയിന്റ് എടുക്കുമ്പോഴും y കോർഡിനേറ്റ് സെയിം ആയിരിക്കും എന്നുള്ള കാര്യമാണ്. എക്സ് ആക്സിസിന് പാരലൽ ആയ ലൈനിൽ y കോർഡിനേറ്റ്സിന് ഒരു ചേഞ്ചും വരില്ല. y കോർഡിനേറ്റ്സ് ഇസ് ഓൾവേസ് ഫിക്സഡ്. ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് എടുക്കുമ്പോൾ x കോർഡിനേറ്റ് ഈസ് 1 ആൻഡ് y കോർഡിനേറ്റ് ഈസ് 3, 1,3. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ x കോർഡിനേറ്റ് ഈസ് 4 ആൻഡ് y കോർഡിനേറ്റ് ഈസ് 3. So that means in general for any point on this line its y coordinate will be 3. So x axis ന് പാരലൽ ആയ ഒരു ലൈനിൽ y-ന് ചേഞ്ച് ഉണ്ടാകില്ല അല്ലേ, എക്സിന് മാത്രമാണ് ചേഞ്ച് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് ലെങ്ത്തിലുള്ള ഒരു ലൈനാണ്. ലെങ്ത്തിനുള്ള ഒരു ലൈനിന് ബേസ് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിൽ പറയുമ്പോൾ എക്സ് മാത്രം ചേഞ്ച് ചെയ്യും. ആൻഡ് സിമിലർലി കൺസിഡർ എ വെർട്ടിക്കൽ ലൈൻ. ലെറ്റ് ഇറ്റ് ബി പാസസ് ത്രൂ ദി പോയിന്റ് 2 ഓൺ ദി എക്സ് ആക്സിസ്. സോ ഈ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഈ ലൈൻമേലുള്ള ഏത് പോയിന്റ് എടുക്കുമ്പോഴും അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 ആണ് എന്ന് മനസ്സിലാക്കുക അല്ലേ. എക്സ് കോർഡിനേറ്റ് 2 ആ. ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 1. ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 2. ഈ പോയിന്റ് എക്സ് കോർഡിനേറ്റ് 2, y കോർഡിനേറ്റ് 3. സോ y ആക്സിസിന് പാരലൽ ആയ ഒരു ലൈൻ എടുത്താൽ, അതായത് ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്താൽ, ഏത് പോയിന്റ് എടുക്കുമ്പോഴും അതിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ കോൺസെപ്റ്റിൽ നിന്നാണ് ശരിക്ക് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് നമുക്ക് മറ്റു രണ്ട് വെർട്ടെക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക when the sides are parallel to the axis, right? ഓക്കെ, ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ സെഷനുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫൈനലി നമ്മൾ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിച്ചിട്ടുള്ളത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് നമ്മുടെ സിലബസ് പല രീതിയിലേക്കാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വെൻ ഇറ്റ് ഈസ് പാരലൽ ടു ദി എക്സ് ആക്സസ്, ആൻഡ് സെക്കൻഡ് കേസ് വെൻ ഇറ്റ് ഈസ് പാരലൽ ടു ദി വൈ ആക്സസ്, ആൻഡ് ദ തേർഡ് കേസ് ഇൻ ജനറൽ. നമുക്ക് ആ ജനറൽ കേസ് മാത്രം മതി ശരിക്ക്. Okay, for example, the distance between 2 points x1, y1 and x2, y2 is, for example, this is point A and here it is B. Then the distance AB is nothing but a root of x1 minus x2 all square plus y1 minus y2 all square. This is the distance between 2 points. x1 മൈനസ് x2 എന്നല്ല, നേരെ തിരിച്ചെടുത്താലും പ്രശ്നമല്ല. x2 മൈനസ് x1 എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. സിമിലർലി y2 മൈനസ് y1 എന്നും നമുക്ക് എടുക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ,
അത് പാരലൽ ആണെങ്കിലും, മീൻസ് എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിലും വൈ ആക്സിസിന് പാരലൽ ആണെങ്കിലും ഇനി പാരലൽ അല്ലെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ മറ്റുള്ളതിനേക്കാൾ എളുപ്പം ഇതായിരിക്കും. ക്ലിയർ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ്, ഈ കോൺസെപ്റ്റിനൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. So look at the first question. Find the coordinates of the other 3 vertices of the rectangle below. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ആക്സസിലേക്ക് കറസ്പോണ്ടിങ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതായിരിക്കും. ഇവിടെ 4,3 എന്ന് ഞാൻ ഇതിനെ പേര് കൊടുക്കുന്നതായിരിക്കും. ലെറ്റ് ഇറ്റ് ബി എ ബി സി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് O. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് 4,3 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ we can say that the perpendicular from this point to the x-axis will meet the x-axis at 4 and meet the y-axis at 3. അല്ലേ? ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിനെ 4ൽ മീറ്റ് ചെയ്യണം, എന്നാലേ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് 4 ആകുള്ളൂ. ആൻഡ് സിമിലർലി വൈ ആക്സിസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 3ൽ മീറ്റ് ചെയ്താലേ ഇയാളുടെ വൈ കോർഡിനേറ്റ് 3 വരുള്ളൂ. സോ നമുക്ക് ഈ പോയിന്റ് 4 ആണ് എന്നും ഈ പോയിന്റ് 3 ആണെന്ന് കിട്ടി. പക്ഷെ കോർഡിനേറ്റ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. സോ ദ പോയിന്റ് വിൽ ബി 4,0. And this point is on the y-axis. So, and the y-coordinate is 3. But we know the x-coordinate is 0. So, the point is 0,3. And this is our origin. So, the point is 0,0. Simple. Right? Okay. So, അങ്ങനെയാണെങ്കിൽ നമുക്ക് next question discuss ചെയ്യാം. ശ്രദ്ധിക്കാം. In the rectangle shown below, the sides are parallel to the axis and origin is the midpoint. What are the coordinates of other 3 vertices എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട, കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ബേസിക് ഐഡിയയാണ് ആക്സിസിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആക്സിസിലുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഒരു 5 എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അതിന്റെ മീനിങ് ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ് എന്നാണ്. ഓക്കെ. അതേപോലെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ് എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതിയത് 4 എന്നായിരിക്കും. സിമിലർലി ഇവിടെ ഒരു പോയിന്റിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണ് എന്ന് വിചാരിക്കും ഒറിജിനിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടാവില്ല -3 എന്നായിരിക്കും. 3 തന്നെ എഴുതണം, പക്ഷേ എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നെഗറ്റീവാണ് നമ്മൾ എഴുതുക, അല്ലേ? സോ -3 എന്ന് എഴുതും. അതേപോലെ ഇവിടെ ഒരു നമ്പർ 6 എന്ന് കാണുന്നുണ്ട്, സോറി -6 എന്ന് കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 6 യൂണിറ്റ് എന്നതാണ്. ഓക്കെ. അതായത് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ ആക്സിസിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി സെയിം ആസ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിൻ. ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്താണോ അതിന് സെയിം ആണ്. ചെറിയൊരു ചേഞ്ച് വരല് നെഗറ്റീവ് ആകുന്ന സമയത്ത്, ഒരു എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡോ വൈ ആക്സിസിന്റെ ബോട്ടം സൈഡോ ആകുന്ന സമയത്ത് വൈ ആക്സിസിന്റെ ഒറിജിൻ ബിലോയിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് മാത്രം. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് ആക്സിസിന് മാത്രമാണ് കേട്ടോ, മറ്റു പോയിന്റുകൾക്കില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള പോയിന്റിന് ഈ ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയരുത്. ആക്സിസ് മേലെ എഴുതിയ പോയിന്റ്സ് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Look at this question. We have a vertex that is 3,2. And here we know this is the center of our rectangle and here we want to find other 3 vertices. നോക്കാം നമുക്ക്. ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അതായത് ഇത് 3,2 ആണെങ്കിൽ the corresponding x coordinate is 3 and the corresponding y coordinate will be 2. Right? Okay, x coordinate 3 ആയിരിക്കും, y coordinate 2 ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത് നമ്മൾ 3,2 എഴുതിയത്. ശരി. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പോയിന്റ് 3 എന്നാണ് എങ്കിൽ we know
ദിസ് ഡിസ്റ്റൻസ് ഈസ് 3. എന്താ കാരണം? നമുക്കറിയാം എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് എഴുതിയത് ഒറിജിനുള്ള ഡിസ്റ്റൻസിനെ നോക്കിയിട്ടാണ്. ഒറിജിന് 3 യൂണിറ്റ് ആണ് എങ്കിൽ ആ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആകുമ്പോൾ അവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് 3 ആണ് എന്നർത്ഥം. സോ ഇയാൾ സെന്റർ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും? 3 തന്നെയായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് -3. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? ലെഫ്റ്റ് സൈഡിൽ എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുക്കേണ്ടി വന്നത്. And look at this. We know this point is 2. So that means the distance from origin to that point is 2. So അങ്ങനെയാണെങ്കിൽ ഒറിജിന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും 2 തന്നെയല്ലേ? Since O is the center of this rectangle. And if this distance is 2, then this point will be -2. -2i. അല്ലേ? കാരണം നെഗറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ് ആയതുകൊണ്ടാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ മറ്റു കോർഡിനേറ്റ്സിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറഞ്ഞു നോക്ക്. ഓക്കെ, മറ്റു വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് ഒന്ന് പറഞ്ഞു നോക്ക്. ഫോർ എക്സാമ്പിൾ ദിസ് വൺ. ലുക്ക് അറ്റ് ദിസ്. ദ x coordinate is -3 and the y coordinate is 2. It's simple one, right? Okay, and now this x coordinate is -3 and y coordinate is -2. So this is -3, -2. And finally this point. X coordinate is 3 and y coordinate is -2. So this is 3, -2. അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The triangle shown below is equilateral. Find the coordinates of its vertices. ഇതൊരു equilateral triangle ആണ്. Here we want to find the vertices of this triangle. Okay, so look at this. ഞാൻ ഇതിനെ A എന്നും ഇതിനെ B എന്നും പേരിട്ടു. ഇത് ഓൾറെഡി O ആണ്. നമുക്ക് ഓയുടെ വെർട്ടിസസ് നമുക്കറിയാം അല്ലേ? ഓയിന്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. O എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. സോ ഇറ്റ് ഈസ് 0, 0. നെക്സ്റ്റ് ബിയുടേതാ. ബി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം y കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ ഇറ്റ് ഈസ് സംതിങ്, 0. ഇനി ആരാണ് എക്സ് കോർഡിനേറ്റ്? ഒറിജിൻ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതേ നമ്പർ 4 ആയിരിക്കൂലേ? അല്ലേ? എക്സ് ആക്സിസുമൽ എഴുതുന്ന നമ്പർ എന്ന് പറയുന്നത് ഒറിജിനുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് 4, 0 ആണ് എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തത്, ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ. ഓക്കെ, എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് കാണാൻ അവിടെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണുമ്പോഴാണ്. എങ്ങനെയാണ് നമ്മൾ എയുടെ കോർഡിനേറ്റ്സ് കാണാം? ഏത് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കാണാനും നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ലൈക്ക് ദിസ്, പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഈ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് ആണ് എയുടെ എക്സ് കോർഡിനേറ്റ്. ബട്ട് ഇവിടെ ഒരു നമ്പറും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ അന്വേഷിക്കണം. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക എന്നുള്ളതാണ്. എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ എക്സ് പോയിന്റ് തന്നിട്ടുണ്ടോ നോക്കുക. അഥവാ തന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? We know this x coordinate will be same as to the distance from the origin. അവിടെ എഴുതിയ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസിന് സെയിം ആണ്. അപ്പൊ നോക്കണം ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ് അല്ലേ? ഓക്കെ, ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്ന് നമ്മൾ നോക്കണം. ആൻഡ് വി നോ ദ എൻറ്റയർ ഡിസ്റ്റൻസ് OB is 4 അല്ലേ? OB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 4 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ OM എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് ആയിരിക്കൂലേ? 2 യൂണിറ്റ് അല്ലേ? അതെങ്ങനെയാണ് ഹാഫ് ആവുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. സർക്കിൾസിലും ട്രിഗണോമെട്രിയിലും ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആയാൽ ഈക്വൽ സൈഡ് ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ വിൽ ബൈസെക്ട് ദി തേർഡ് സൈഡ് അല്ലേ? ഇത് ഈ സൈഡിനെ ബൈസെക്ട് ചെയ്യും ഓൺലി ഇഫ് ദീസ് 2 sides are equal. And we know it's an equilateral triangle, so these 2 sides are equal.
So the perpendicular from A to OB will bisect the side OB. So അങ്ങനെയാണെങ്കിൽ ഇത് total 4 ആണെങ്കിൽ ഇത് 2 ആണെന്ന് അർത്ഥം. And that means this distance is 2. Then the number on x-axis at M is 2. So അങ്ങനെയാണെങ്കിൽ A യുടെ x coordinate 2 ആണ് എന്ന് മനസ്സിലായി. It's simple. Next, here we want to find the y coordinate of this point A. So അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു perpendicular വരച്ചു. Like this. ഇങ്ങനെ perpendicular വരച്ചു. ഈ point. Let it be N. Here we want to find the point on N. പക്ഷെ അവിടെ ഒരൊറ്റ പോയിന്റും എഴുതിയിട്ടില്ല, ഒരു നമ്പറും എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ കേസ് അങ്ങനെ നമ്പർ എഴുതിയ കണ്ടിട്ടില്ലെങ്കിൽ വേഗം കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. ഒറിജിനുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. ON. നോ ഐഡിയ. അപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് ഈ ON-ന്റെ ലെങ്ത് എന്ന് പറയുന്നത് AM-ന്റെ ലെങ്ത്തിന് ഈക്വൽ അല്ലേ നോക്ക്. ON എന്ന് പറയുന്ന ഈ ലെങ്ത് AM എന്ന് പറയുന്ന ലെങ്ത്തിന് ഈക്വലാണ്. സോ ഈ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം AM കണ്ടുപിടിച്ചാലും മതി. എങ്ങനെയാ AM കണ്ടുപിടിക്കുക? Look at this triangle AMO. Triangle AMO. AMO-യിൽ we know this is 60 degree കാരണം ഇതൊരു equilateral triangle ആണ്. This is 90, so that will be 30. And you can see the side opposite to 30 degree is 2. So the side opposite to 60 degree must be 2 root 3 using trigonometry. 30, 60, 90 കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ഇൻറ്റു റൂട്ട് 3, ദാറ്റ് ഈസ് 2 root 3 ആയിരിക്കും. So we know the distance AM is 2 root 3. So ON is also 2 root 3. ON 2 root 3 ആണെങ്കിൽ അതാണ് A യുടെ y coordinate. So we can say that A is 2, 2 root 3. Clear? ഒറിജിനുള്ള ഡിസ്റ്റൻസ് ആണ് പോയിന്റ് ആയിട്ട് x ആക്സിസിലും y ആക്സിസിലും വരിക എന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കാം. And now look at another one. Okay. All rectangles below have the sides parallel to the axis. സൈഡ്സ് ആക്സിസിന് പാരലൽ ആണ്. റെക്ടാങ്കിളിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി റിമൈനിങ് വേർട്ടിസസ് ഓഫ് ഈച്ച്. ഓക്കെ, ഇവിടെ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് നല്ലപോലെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്കസ് ഏരിയയിൽ നേരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇയാൾ എക്സാമിന് ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട എങ്ങനെയാ? ഇറ്റ്സ് എ റെക്ടാങ്കിൾ and the sides are parallel to the axis. That means these two sides are parallel to the x-axis and the side and this side is parallel to y-axis. ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. And here we want to find the vertices of the coordinates of other two vertices. എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇതിനെ കണ്ടുപിടിക്കാം. ഒന്ന്, look at this line. This line is parallel to y-axis. Y ആക്സിസിന് പാരലലായ ഒരു ലൈന് മൂവ് ചെയ്യുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, എക്സിന് ഒരു ചേഞ്ച് ഉണ്ടാവില്ല, വൈ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. സോ അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ ദ എക്സ് കോർഡിനേറ്റ് വിൽ ബി സെയിം. സോ ഫോർ ദിസ് പോയിന്റ് ഇഫ് ദി എക്സ് കോർഡിനേറ്റ് ഇസ് 2, ദിസ് എക്സ് കോർഡിനേറ്റ് വിൽ ബി ഓൾസോ 2. ആൻഡ് ഫോർ ദിസ് ലൈൻ, ഈ ലൈൻ എടുക്കുമ്പോൾ ഇഫ് ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ഇസ് -2, അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ എക്സ് കോർഡിനേറ്റും -2 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് കിട്ടി. Now we are going to find the y coordinates. Look at this line. And we know this is parallel to our x axis. Okay, ഇത് രണ്ടും parallel to y axis ആണ്. So ഇത് parallel to x axis ആണ്. x ആക്സിസിന് പാരലൽ ആകുമ്പോൾ y കോർഡിനേറ്റിന് ചേഞ്ച് വരില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റ് എന്താണോ അതെന്നാണ് ഇവിടത്തെയും ഒക്കെ പോയിന്റിന് y കോർഡിനേറ്റ് ഉണ്ടാവുക. സോ ഇയാൾ 3 ആണെങ്കിൽ ഇയാളും 3 തന്നെയായിരിക്കും. സിമിലർലി ഇവിടുത്തെ y കോർഡിനേറ്റ് 4 ആകുമ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റും 4 തന്നെയായിരിക്കും. ഇതാണ് നമുക്ക് ഒരു രീതി ഉള്ളത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി അഥവാ ഇത് കൺഫ്യൂഷൻ ഉള്ളവർക്കുണ്ടെങ്കിൽ ഞാൻ ഈ ആൻസർ ഒന്ന് മാറ്റി വെക്കാം, മറ്റൊരു രീതി പറഞ്ഞുതരാം. ഓക്കെ, അഥവാ ഇത് കൺഫ്യൂഷൻ ഉള്ളവർക്കുണ്ടെങ്കിൽ ചെയ്യാവുന്ന ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ശ്രദ്ധിച്ചോളാം. ഞാൻ എന്താ ചെയ്യണമെന്നറിയാം. വെറുതെ 2 ലൈൻസ് ഇങ്ങനെ വരച്ചു. ഇത് എക്സ് ആക്സും വൈ ആക്സും ആണെന്ന് വിചാരിക്കണ്ട, പക്ഷെ അതുപോലെയുള്ള 2 ലൈൻസ്, എക്സ് ആക്സും വൈ ആക്സിനും പോലെയുള്ള 2 ലൈൻസ് ആണെന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ, ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഈ ലൈൻമേൽ മാർക്ക് ചെയ്യാം, ലൈക്ക് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ,
അതായത് ഇതിന്റെ എക്സ് കോർഡിനേറ്റ് -2 ആണ്, ശരിയല്ലേ? അപ്പോൾ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -2, വൈ കോർഡിനേറ്റ് 3 ആ, അപ്പോൾ ഇവിടുത്തെ കോർഡിനേറ്റ് 3. അതുപോലെ ഈ പോയിന്റ് 2,4 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇത് കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തെന്താ? തന്നിരിക്കുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്തതാ. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, സാർ -2 ഇവിടെ അല്ലല്ലോ വരിക, -2 എക്സ് ആക്സസിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ വരിക? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് എക്സ് ആക്സും വൈ ആക്സസും അല്ല, വെറുതെ 2 ലൈൻ വരച്ച, എക്സ് ആക്സിനും വൈ ആക്സിനും പോലെയുള്ള 2 ലൈൻ വരച്ച. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ട്രിക്ക് മാത്രമാണ്. ഇനി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒന്ന് കണ്ടു നോക്ക്. ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താ ഉണ്ടാവുക നോക്ക്. എക്സ് കോർഡിനേറ്റ് എന്താ? ഇറ്റ്സ് -2. വൈ കോർഡിനേറ്റ് എന്താ? 4. സോ -2,4, സിമ്പിൾ വൺ. And what about this coordinate? X coordinate is 2 and y coordinate is 3. അല്ലേ? എക്സ് കോർഡിനേറ്റ് 2 ആണ്, വൈ കോർഡിനേറ്റ് 3 ആണ്. അവിടെ നിങ്ങൾ പാരലൽ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് നോക്കിയിട്ട് ചെയ്യണമെന്നില്ല, അങ്ങനെ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ 2 ലൈൻസും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങ് ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട്, ഈ ലൈൻസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാം. സോ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് നിങ്ങൾ ഒറ്റയ്ക്ക് ട്രൈ നോക്കുക, ഞാൻ എൻ്റെ ഐഡിയ പറഞ്ഞു തന്നു. ഇനി ഇത് പിക്ചർ തരാതെയും ചോദിക്കാം. ലൈക്ക് ദിസ്: വിത്തൗട്ട് ഡ്രോയിങ് കോർഡിനേറ്റ് ആക്സസ്, മാർക്ക് ഈച്ച് പെയർ ഓഫ് പോയിന്റ്സ് ബിലോ വിത്ത് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം പൊസിഷൻ കറക്റ്റ്. ഫൈൻഡ് ദി അതർ വെർട്ടിസസ് ഓഫ് ദി റെക്ടാംഗിൾ ഡ്രോൺ വിത്ത് ദീസ് ആസ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ആൻഡ് സൈഡ് പാരലൽ ടു ദി ആക്സസ്. കോർഡിനേറ്റ് ആക്സസ് വരക്കരുത് എന്ന് നമുക്ക് നോർമലി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് തരൂല. പകരം നിങ്ങൾക്ക് കോർഡിനേറ്റ് ആക്സസ് വരക്കണമെങ്കിൽ വരക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അങ്ങനെ ഇഷ്ടം. ഞാൻ തൽക്കാലം അങ്ങനെ എടുത്തു. ഇവിടെ മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത് ഈ 3, 5, 7, 8 എന്ന് പറയുന്ന 2 പോയിന്റ്, 3, 5, 7, 8 എന്ന് പറയുന്ന 2 പോയിന്റ്സ് നമ്മൾ എവിടെ കൊടുക്കുന്ന? വി നോ ദീസ് ആർ ദി ഓപ്പോസിറ്റ് വെർട്ടക്സ് ഓഫ് ദിസ് റെക്ടാംഗിൾ. അല്ലേ? ഇത് രണ്ടും ഓപ്പോസിറ്റ് വെർട്ടിസസ് ആണ്. സോ ചോദ്യം എയും സിയും ആണോ അല്ലെങ്കിൽ ബിയും ഡിയും ആണോ? അതെങ്ങനെ ഡിസൈഡ് ചെയ്യുക? സിമ്പിളാണ്. നിങ്ങളൊന്ന് നോക്ക്, ഡിയുടെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കുമോ സിയുടെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കുമോ വലുതുണ്ടാവുക? എക്സ് കോർഡിനേറ്റിൽ ഡി ആണോ സി ആണോ വലുത്? നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുമ്പോൾ ഇത് 1, ഇത് 2, ഇത് 3 ഇങ്ങനെയാണ് എങ്കിൽ എക്സ് ആക്സിസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും തോറും വാല്യൂ കൂടി 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 പോവാണ്. 1 ഉള്ളത് 2 ആയി, 2 ഉള്ളത് കൂടി 3 ആയി, അങ്ങനെ 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 മൂവ് ചെയ്യാം. സോ എക്സ് ആക്സിസ് റൈറ്റിലേക്ക് പോകും തോറും വലുതാവുക ചെയ്യാം. സോ നൗ ലുക്ക് അറ്റ് ദിസ് 2 പോയിന്റ്സ്. ഹിയർ ദിസ് ഇസ് 3, 5 ആൻഡ് ഹിയർ ഇറ്റ് ഇസ് 7, 8. സോ എക്സ് കോർഡിനേറ്റ് വലുത് 7, 8 അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ 7, 8 എന്ന് പറയുന്ന പോയിന്റ് ഈ സൈഡിൽ ഉണ്ടാകും, ആ സൈഡിലുണ്ടാവും. അപ്പോൾ ഈ സംശയമുണ്ട്, ഇതാണോ എന്ന് അറിയില്ല കേട്ടോ, പക്ഷെ ആ സൈഡിലാന്ന് മനസ്സിലായി. 3, 5 എന്ന് പറയുന്ന പോയിന്റ് ഈ സൈഡിലും ഉണ്ടാകും. എ ആണോ ഡി ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ലുക്ക് അറ്റ് ദി വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റിൽ എന്താ ഹാപ്പൻ ചെയ്യുക? മുകളിലേക്ക് പോകും തോറും വൈ കോർഡിനേറ്റ് എന്താ ഹാപ്പൻ ചെയ്യും? ഫോർ എക്സാമ്പിൾ ഹിയർ ഇറ്റ് ഈസ് 1, ദിസ് ഇസ് 2, ദിസ് ഇസ് 3. മുകളിലേക്ക് പോകും തോറും വൈ കോർഡിനേറ്റ് ഇൻക്രീസ് ചെയ്യാം. നൗ ലുക്ക് അറ്റ് ദീസ് 2 y coordinates. Here it is 5 and that is 8. So y coordinate കൂടുതലാകുന്ന ആൾ മുകളിൽ ഉണ്ടാകും, y coordinate കുറഞ്ഞാൽ താഴെ ഉണ്ടാകും. സോ 7, 8ഉം 3, 5 എടുക്കുമ്പോൾ 7, 8 മുകളിൽ വരണം, 3, 5 അടിയിൽ വരണം. സോ അങ്ങനെയാണെങ്കിൽ ആകെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 3, 5 ഈ കോർഡിനേറ്റ് ആയിരിക്കണം, 7, 8 എന്ന് പറയുന്നത് ഈ വെർട്ടെക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് വെർട്ടെക്സ് കിട്ടി. Then here we want to find the coordinates of the other 2 vertices A and C. അത് നിങ്ങൾക്ക് തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഡിസ്റ്റൻസിൻ്റെ നിന്ന് നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിനെ ട്രീറ്റ് ചെയ്തത് എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി? നോക്കാം നമുക്ക്. ലുക്ക് അറ്റ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഫ്രം SSLC 2018. Okay, in this figure OABC is a rectangle and its breadth is 3 units. Write the coordinate of the vertices B and C. അതായത് വേറൊന്നുമല്ല, ഇവിടെ 6,0 എന്ന് പറഞ്ഞിട്ടുണ്ട്. The breadth is 3 units and here we want to find the coordinates of B and C. സിമ്പിൾ അല്ലടാ? ആണ്.
എടാ ഈ ലെങ്ത് ബ്രെഡ്ത്ത് 3 യൂണിറ്റ് ആണെങ്കിൽ ഇതും 3 യൂണിറ്റ് ആണല്ലേ? ആണ്. ആൻഡ് വി നോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 3. Then C is a point, that is the point at the C is 3 അല്ലേ? ഈ ഡിസ്റ്റൻസ് എന്താണോ അതാണ് നമ്മൾ അവിടെ y ആക്സസ് മേൽ നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതുക. സോ ഈ ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ C മേൽ നമ്മൾ 3 എന്ന് എഴുതിയിട്ടുണ്ടാകും. ആൻഡ് A is 6 അത് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഇനി ബിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ ഉണ്ടാവുക? ബിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 6, വൈ കോർഡിനേറ്റ് നോക്കുമ്പോൾ 3, 6,3. സിയുടെ കോർഡിനേറ്റോ അവിടുത്തെ y കോർഡിനേറ്റ് 3 ആണെന്ന് അറിയാം. സിൻസ് ഇറ്റ്സ് ഓൺ ദി y ആക്സസ് വി നോ ദ x കോർഡിനേറ്റ് ഈസ് 0, സോ ഇറ്റ് ഈസ് 0,3. സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസർ ചെയ്തു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ ദിസ് ഫിഗർ ABCD ഈസ് എ സ്ക്വയർ. ഒരു സ്ക്വയർ ആണ്, പക്ഷെ ചെരിച്ചാത്തതെന്ന് മാത്രം. ഇറ്റ്സ് ഡയഗണൽസ് ആർ പാരലൽ ടു ദി കോർഡിനേറ്റ് ആക്സസ്. അത് AC x ആക്സസിനും BD y ആക്സസിനും പാരലൽ ആയിരിക്കും. AC is 6 and the coordinates of A is 3,2. The 3,2 പറഞ്ഞിട്ടുണ്ട്. Write the coordinate of the vertices C, B and D. ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് വെറുതെ x ആക്സസിനും y ആക്സസിനും പകരം 2 ലൈൻസ് വെറുതെ ഒന്ന് സൈഡിൽ വരച്ചു കൊടുക്കുക. ഓക്കെ, ആക്സസ് ആണെന്ന് വിചാരിക്കണ്ട, അങ്ങനെ വെറുതെ 2 ലൈൻസ് വരച്ചു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആൻഡ് വി നോ ദ AC ഈസ് ഓഫ് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആയിരിക്കും. കാരണം റെക്ടാങ്കിളിൻ്റെ സ്ക്വയറിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഡയഗണൽസ് സെയിം ആണ്, സെയിം ലെങ്ത്താണ്. ആൻഡ് അത് മിഡ് പോയിന്റിൽ മീറ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ? നമുക്കറിയാം സ്ക്വയറിൻ്റെ കാര്യത്തിൽ. ഇനി തന്നിരിക്കുന്ന പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. എക്സ് കോർഡിനേറ്റ് 3, അപ്പോൾ ഈ കോർഡിനേറ്റ് 3, y കോർഡിനേറ്റ് 2, അപ്പോൾ ഇയാൾ 2. ഇനി നോക്കുക, ഇവിടെ നിങ്ങട്ടേക്ക് 3 യൂണിറ്റ് ട്രാവൽ ചെയ്തു, അപ്പോൾ ബിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ 6 എത്തിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ 3, ഒരു 3 യൂണിറ്റ് കൂടിയാൽ 6. ഇവിടെ നിങ്ങട്ടേക്ക് വീണ്ടും ഒരു 3 യൂണിറ്റ് കൂടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ സിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തായി മാറി? 9 ആയി. അപ്പോൾ 3 3 കൂടി 6 ആയി, 6 3 കൂടി 9 ആയി. അതേപോലെ വൈയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. ഇത് 2 ആ. ഇവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു 3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ഉണ്ടാവും? 3 യൂണിറ്റ് ഇൻക്രീസ് ചെയ്താൽ 5 ആയി. തിരിച്ചു പറഞ്ഞാൽ 5ൽ നിന്ന് 3 യൂണിറ്റ് കുറഞ്ഞ് 2ലേക്ക് എത്തി, 2ൽ നിന്ന് വീണ്ടും 3 യൂണിറ്റ് കുറഞ്ഞു, ബിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? -1 എത്തിയിട്ടുണ്ടാകും അല്ലേ? 2ൽ നിന്ന് 3 കുറഞ്ഞു, -1 എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ DCB ഇവരുടെ കോർഡിനേറ്റ്സ് ഒന്ന് പറഞ്ഞു നോക്ക്. ബിയുടെ കോർഡിനേറ്റ് എന്താ? എക്സ് കോർഡിനേറ്റ് 6, വൈ കോർഡിനേറ്റ് -1, 6,-1. സിമ്പിൾ. സിയുടെ കോർഡിനേറ്റ് എന്താ? എക്സ് കോർഡിനേറ്റ് 9, വൈ കോർഡിനേറ്റ് 2. ഡിയുടെ കോർഡിനേറ്റ് 6, 5. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി അല്ലേ? ഇത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണിത്. ജസ്റ്റ് 2 ലൈൻസ് വരയ്ക്കുക. പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് തന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Draw the coordinate axis and mark the points -30, 30 and 0,3√3 from SSLC 2020. ഓക്കെ, കോർഡിനേറ്റ് ആക്സസ് വരയ്ക്കാനും പോയിന്റ്സ് മാർക്ക് ചെയ്യാനുള്ള ചോദ്യം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഷുവർ ആയിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതൊന്ന് കെയർ ചെയ്യാം. ഓക്കെ, നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതായാലും ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാം. 1, 2, 3, 4, 5 എക്സെട്ര. ഇവിടെ 1, 2, 3, 4, 5 എക്സെട്ര. ഇങ്ങോട്ടേക്ക് -1, -2, -3, -4 എക്സെട്ര. ഇങ്ങോട്ടേക്ക് -1 എക്സെട്ര. അങ്ങനെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാർക്ക് ദ പോയിന്റ്സ് -30, 30 എന്നുള്ളതൊക്കെയാണ്. -30 എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സസുമലാണ്. -3 ആകുമ്പോൾ ഉള്ള പോയിന്റ്, കാരണം വൈ കോർഡിനേറ്റ് 0 ആണ്. അത് എ എന്ന് പറയുന്ന പോയിന്റ്. സോ ലെറ്റ് ഇറ്റ് ബി പോയിന്റ് എ. നെക്സ്റ്റ് ബി 30 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ആ പോയിന്റ്. ഇത് ബി അല്ലേ? 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നൗ ലുക്ക് അറ്റ് ദി പോയിന്റ് സി 0,3√3. 0,3√3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഇറ്റ് ഈസ് ഓൺ ദി വൈ ആക്സസ്. കാരണം എക്സ് കോർഡിനേറ്റ് 0 ആണ്, സോ അത് വൈ ആക്സസ് മേലായിരിക്കും. പക്ഷേ 3√3 നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാം?
നമുക്ക് സ്കെയിലിൽ അളക്കാൻ കഴിയില്ലല്ലോ. കഴിയും? ഇല്ല. അതൊരു ഇൻറ്റിജർ അല്ല, നമുക്കറിയുന്ന നമ്പർ അല്ല. സോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ആദ്യത്തെ രണ്ടെണ്ണം ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ കഴിയും. തേർഡ് ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ആലോചിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. നിങ്ങൾ ആ 3√3 അല്ലെങ്കിൽ √3 നിങ്ങൾ ഏതെങ്കിലും പഠിച്ച ചാപ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുമോ? √3 നമ്മൾ പഠിച്ചൊരു സ്ഥലമുണ്ട്, ഓർമ്മയുണ്ടോ? 30, 60, 90 വരുമ്പോൾ സൈഡ്സ് 1:√3:2 എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ 3√3 വരണമെങ്കിലോ? ഇവിടെ 3√3 വരണമെങ്കിലോ? ഇവിടെ 3√3 വരണമെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് 3 വന്നാൽ മതി. പോരെ? പറഞ്ഞ മനസ്സിലായോ? 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 3√3 ആയിരിക്കും. അപ്പൊ വെറുതെ ഒന്ന് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, റഫായിട്ടൊന്ന് വരച്ച് നോക്കുക. അതായത് ഒരു ട്രയാങ്കിൾ, ഇത് 30 ആണ്, ഇത് 60 ആണ്, ഇത് 90 ആണെന്ന് വിചാരിക്കുക. 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 3√3 ആയിരിക്കും. ശരിയല്ലേ? ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് 3√3 ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് 3√3 ആണ് എന്ന് മനസ്സിലായി. 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ അത് y ആക്സിസ് മേൽ വരുത്തിക്കാൻ പറ്റുമോ നോക്കിയാൽ പോരെ? നിങ്ങൾ നോക്ക്, ഈ ലെങ്ത് 3 അല്ലേ? അതെ. 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന രൂപത്തിലേക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് സിമ്പിളാണ്. നമുക്ക് ആ ആംഗിൾ 60 ആക്കിയാൽ മതി. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടുന്ന് 60 മെഷർ ചെയ്യുക. 60 മെഷർ ചെയ്തിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരക്കാം. ഇത്രയേ ഉള്ളൂ. 60 മെഷർ ചെയ്യാം, 60 ഡിഗ്രി പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഇങ്ങനെ നേരെ ഒരു ലൈൻ വരക്കാം. ആ ലൈന് y ആക്സിസിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് ആണ് നമ്മുടെ 0,3√3 എന്ന് പറയുന്ന പോയിന്റ്. കാരണം ഇത് 60 ആകുമ്പോൾ ഇത് 30 ആയി. 30ക്ക് ഓപ്പോസിറ്റ് 3 യൂണിറ്റ് ആണ്. അപ്പോൾ 60ക്ക് ഓപ്പോസിറ്റ് 3√3 യൂണിറ്റ് ആയിരിക്കും. ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്താണത്. അത് കുറച്ച് ആലോചിക്കുന്നവർക്കുള്ളതാണ്. ക്ലിയർ ആണോ പറഞ്ഞ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Draw the coordinate axis and mark the point A 1,1, B 7,1. രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ട്രൈ നോക്കാം. ശ്രദ്ധിക്കാം. ഈ രീതിയിലേക്ക് x ആക്സിസും y ആക്സിസും കൊടുത്തു. നമ്മളോട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഒന്ന് 1,1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. x കോർഡിനേറ്റ് 1, y കോർഡിനേറ്റ് 1. ദിസ് വൺ. ഓക്കെ, ഇതാണ് ആ പോയിന്റ്. അടുത്ത 7,1 ആണ്. x കോർഡിനേറ്റ് 7, y കോർഡിനേറ്റ് 1. ഈ പോയിന്റ്. ഓക്കെ, ഞാൻ ഇതിന് A എന്ന് പേര് വിളിച്ചു, ഇതിനെ B എന്ന് വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്. ശരി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, B ക്വസ്റ്റ്യൻ. Draw an isosceles right triangle ABC with AB as hypotenuse. എങ്ങനെയാ? AB ഹൈപ്പോട്ടന്യൂസ് ആകുന്ന ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ വരക്കാൻ. അപ്പോൾ നമുക്ക് AB ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം. AB ജോയിൻ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകും. ഇയാൾ ഹൈപ്പോട്ടന്യൂസ് ആകുന്ന റൈറ്റ് ട്രയാങ്കിൾ വരക്കണം. ആൻഡ് ദ ട്രയാങ്കിൾ മസ്റ്റ് ബി ഐസോസിലസ്. സോ നമുക്ക് ജസ്റ്റ് വെറുതെ റഫായിട്ട് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, റഫായിട്ട് വരച്ചു നോക്കാം. എന്നിട്ട് ആലോചിക്കാം, എന്നിട്ട് മാറ്റി വരക്കാം. ഇത് AB ആണ്. ഇയാളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഹൈപ്പോട്ടന്യൂസ് ആയി വരേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി 90 ഡിഗ്രി. ഐസോസിലസ് ആണ് എന്ന് പറയുന്നതിനോട് ഈ സൈഡും ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എയിൽ നിന്ന് 45 ഡിഗ്രി മെഷർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരക്കാം. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. 45 ഡിഗ്രി. ലെങ്ത് നോക്കണ്ട, നീട്ടി വരക്കാം. അതേപോലെ ബിയിൽ നിന്നും 45 ഡിഗ്രി വരക്കാം. അങ്ങനെ ഉണ്ടാവും. ബിയിൽ നിന്നും 45 ഡിഗ്രി വരക്കാം. രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് സി എന്ന് പറയുന്ന പോയിന്റ്. കാരണം ഇത് 45 ഇത് 45 ആകുമ്പം ഇത് 90 ആയിക്കോളും അല്ലേ? ടോട്ടൽ 180 വരണ്ട ഇതിനോട്. സോ ഇത് 90 ആയി. ഇത് ഈ രണ്ട് സൈഡും ഈക്വൽ ആവുകയും ചെയ്യും. കാരണം ഇത് രണ്ടും 45 ആണ് ആംഗിൾസ്. സോ ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആയി. ഓക്കെ, ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് സി. സിയുടെ കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യാൻ. സിയുടെ കോർഡിനേറ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? സിമ്പിളാണ്. സിയിൽ നിന്ന് ആദ്യം എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കാം.
അല്ലേ? സിയിൽ നിന്ന് ആദ്യം എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം ലൈക്ക് ദിസ്. പിന്നെ വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം ലൈക്ക് ദിസ്. എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റും വൈ ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വൈ കോർഡിനേറ്റുമാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആരാന്നുള്ളത്. ഞാൻ മാർക്ക് ചെയ്ത് നോക്കണ്ട. സോ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 യൂണിറ്റാണ്. കാരണം 1 നിന്ന് 7 വരെ, അപ്പോൾ 6 യൂണിറ്റാണ്. ഇവിടെ നിങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ എ ബി എന്ന് പറയുന്ന സൈഡിനെ ബൈസെക്ട് ചെയ്യും. കാരണം ഈ സൈഡും ഈക്വലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് ടോട്ടൽ 6 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആയിരിക്കും. ശരിയല്ലേ? ആണ്. അപ്പോൾ 1 നിന്ന് 3 യൂണിറ്റ്, 2, 3, 4. അപ്പോൾ 4 എത്തും. അങ്ങനെയാണെങ്കിൽ സിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത പോലെ 4 തന്നെയാണ്. നൗ ലുക്ക് അറ്റ് ദി വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് നോക്കാം. ആ ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് 1 നമുക്കറിയാം. അതായത് ഈ ഹൈറ്റ് 1. ഈ 1ന്റെ മുകളിലേക്ക് കുറച്ചൊരു ഹൈറ്റും കൂടിയുണ്ട്. ഇത് 45 ആണെങ്കിൽ ഈ ആംഗിളും 45, ഇത് 90. അപ്പോൾ 45ന്റെ ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ ഈ ലെങ്ത് 3 ആണെങ്കിൽ ഈ ലെങ്ത്തും 3 തന്നെയാണ്. അപ്പോൾ ഈ ലെങ്ത്തും 3 തന്നെയാണ്. സോ ഇവിടുന്ന് ഇവിടെ വരെ 1, ഇവിടെ നിങ്ങോട്ടേക്ക് 3. അപ്പോൾ ടോട്ടൽ ലെങ്ത് 4. അപ്പോൾ ഇത് 4ലാണ് മീറ്റ് ചെയ്യാന്ന് അർത്ഥം. ഓക്കെ, ഞാൻ ഈ വരച്ച സ്ഥലത്തല്ല 4, ഇവിടെയാണ് 4 ഉണ്ടാകുക എന്നാണ് പറഞ്ഞതിന് മീനിങ്. നമുക്ക് 4,4 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇങ്ങനെ നമുക്ക് ആ പോയിന്റ് കണ്ടുപിടിക്കാം. നൗ ലുക്ക് അറ്റ് അനദർ വൺ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആക്സസ് വരച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാനുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒന്ന് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഇട്ടേക്കാം, മേ ബി. ശ്രദ്ധിക്കാം. എ സർക്കിൾ വിത്ത് സെന്റർ 3,2 passes through the point 6,3. What is the radius of the circle? ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ 3,2 എന്ന് പറയുന്ന പോയിന്റും അതേപോലെ തന്നെ 7,5 എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ടെന്ന് വിചാരിക്കാം. ലെറ്റ് ഇറ്റ് ബി എ ആൻഡ് ബി. സപ്പോസ് ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ്. എക്സിൽ നിന്ന് എക്സിനെ സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അതായത് 7ൽ നിന്ന് 3നെ സബ്ട്രാക്ട് ചെയ്തു, സ്ക്വയർ ചെയ്തു. വൈയിൽ നിന്ന് വൈനെ സബ്ട്രാക്ട് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അതായത് 5 - 2 ചെയ്തു, സ്ക്വയർ ചെയ്തു. 7ൽ നിന്ന് 3നെ സബ്ട്രാക്ട് ചെയ്താൽ 4 എന്ന് കിട്ടും. 4ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 16 എന്ന് കിട്ടും. പ്ലസ് 5ൽ നിന്ന് 2നെ സബ്ട്രാക്ട് ചെയ്താൽ 3 എന്ന് കിട്ടും. 3ന്റെ സ്ക്വയർ 9 എന്ന് കിട്ടും. 16 + 9 ദാറ്റ് ഈസ് √25 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് സിമ്പിളായിട്ട് പറയാം. സോ എ ബിയുടെ ലെങ്ത് 5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എന്നാൽ ഡിസ്റ്റൻസിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യം, നമുക്ക് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള ചോദ്യം എന്തായാലും ഉണ്ടാകും. പക്ഷെ ചില ചോദ്യങ്ങളിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വേർഡ് തന്നെ ഉണ്ടാകൂല. പിന്നെ എങ്ങനെയാണ് നമ്മളത് ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കുക? എക്സാമ്പിൾ നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസ് തരും. ഫോർ എക്സാമ്പിൾ ഇത് 1,3 എ, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ഒരു 7,4, ഇത് സി എന്ന് പറയുന്ന പോയിന്റ് ഒരു 9,3 ആണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 3 വേണ്ട, ഓക്കെ, 5 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ തന്നാൽ ചിലപ്പോൾ ചോദ്യം ചോദിക്കും. സപ്പോസ് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഷോ ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ചിലപ്പോൾ ചോദ്യം ഉണ്ടാവില്ല, ചെക്ക് വെദർ ഇറ്റ്സ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഓർ നോട്ട്. ചിലപ്പോൾ ചോദിക്കല്, ചെക്ക് വെദർ ഇറ്റ്സ് എ റൈറ്റ് ട്രയാങ്കിൾ ഓർ നോട്ട് എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്താണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? നമുക്കറിയാം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 ആംഗിൾസും 60 ആണ്. ശരി, സമ്മതിച്ചു. പക്ഷേ ആംഗിൾ കണ്ടുപിടിക്കാൻ കോർഡിനേറ്റ്സ് കൊണ്ട് ഇപ്പോൾ കഴിയില്ലല്ലോ. ഇല്ല. പക്ഷേ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് മറ്റൊരു പ്രത്യേകത കൂടിയില്ലേ? എന്താ? all the 3 sides are equal. സോ എ ബി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും എ സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്ന് അർത്ഥം. അപ്പോൾ എ ബി എന്ന് പറയുന്ന സൈഡ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എ ബി എന്ന് പറയുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? ആണ്. സോ ഹിയർ ദ ഡിസ്റ്റൻസ് എ ബി എന്ന് പറയുന്നതാണ് എ ബി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത്. അതുപോലെ ബി സി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ സൈഡിന്റെ ലെങ്ത് കാണണമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. We can use the distance formula, √(x1 - x2) whole square plus y1 - y2 whole square. ഓക്കെ, ഇതില് ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് സർക്കിളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.
look at the question from SSLC 2018. Okay. നോക്കാം എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്നുള്ളത്. എ സർക്കിൾ വിത്ത് സെന്റർ 3, 2 പാസസ് ത്രൂ ദി പോയിന്റ് 6,3. അതായത് ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് 3,2 ആണ്. ഈ സർക്കിൾ 6,3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. 6,3. ഞാൻ ഇതിന് എ എന്ന് പോയിന്റ് കൊടുത്തു, ഇതിന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇവിടെ സർക്കിളിന്റെ റേഡിയസ് ആണ് ചോദിച്ചത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആക്ച്വലി വാട്ട് ഈസ് റേഡിയസ് ഓഫ് എ സർക്കിൾ. നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇത് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസുമാണ്. സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് നമ്മൾ പറയാം. So here the radius is nothing but the distance between A and B, that is AB. AB is the distance between these 2 points. So we can use distance formula to find the distance. That means it is x-കൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക 6 minus 3 അല്ലേ, 6 minus 3 all square. y-കൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക, that is 3 minus 2 all square. ഇതാണ് എന്ത് റേഡിയസ് എന്ന് പറയുന്നത്. കണ്ടുനോക്കാം, 6 എന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആയി. 3 എന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1 ഉണ്ടാകും. 1ന്റെ സ്ക്വയർ 1 എന്ന് കിട്ടി. √9 + 1 ദാറ്റ് ഈസ് √10 എന്ന് നമുക്ക് മനസ്സിലായി. √10 ആണ് റേഡിയസ് എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കുക. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ് 0, 2, 3, 6 and 0, 3 ഈസ് ഇൻസൈഡ്, ഔട്ട്സൈഡ് ഓർ ഓൺ ദി സർക്കിൾ. ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സ് സർക്കിളിന്റെ ഉള്ളിലാണോ, സർക്കിൾ മലയാണോ, സർക്കിളിന്റെ ഔട്ട്സൈഡ് പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഉള്ളിലാണോ, സർക്കിൾ മലാണോ, ഔട്ട്സൈഡ് ആണോ എന്നുള്ളത് സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാ? സപ്പോസ് 3 പോയിന്റ്സ് കൺസിഡർ ചെയ്യാം. 1 ഇവിടെ ഉള്ളൊരു പോയിന്റ്, 2 ഇവിടെ ഉള്ളൊരു പോയിന്റ്, 3 ഇവിടെ ഉള്ളൊരു പോയിന്റ്. നമുക്കറിയുന്ന ഒരു കാര്യം, സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? ദാറ്റ് ഈസ് എക്സാക്ട്ലി സെയിം ആസ് ടു ദി റേഡിയസ്. റേഡിയസിന് ഈക്വൽ ആണ് അല്ലേ? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? അത് എത്രയും നമുക്കറിയില്ല, ബട്ട് വി നോ ഇറ്റ് ഈസ് ലെസ് ദാൻ ദി റേഡിയസ്. കാരണം ഇവിടെ മുതൽ ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് വരെ വരച്ചാൽ റേഡിയസിന് ഈക്വലാ. അപ്പോൾ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടില്ല, അപ്പോൾ റേഡിയസിനേക്കാൾ കുറവാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് വൺ? ഇത് ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ആണ്, പ്ലസ് കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ ഒരു പോയിന്റ് ഔട്ട്സൈഡ് ആണോ, ഇൻസൈഡ് ആണോ, ഓൺ ദി സർക്കിൾ ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അല്ലേ? ഫോർ എക്സാമ്പിൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്ത് നോക്കാം. 0, 2ന്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യം, ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ 3,2. 3,2 എന്ന് പറയുന്ന സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുനോക്കുക 0, 2ലേക്ക്. സോ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സിൽ നിന്ന് എക്സിനെ സബ്ട്രാക്ട് ചെയ്യുക, അതായത് 3 - 0ന്റെ സ്ക്വയർ പ്ലസ് വൈയിൽ നിന്ന് വൈനെ സബ്ട്രാക്ട് ചെയ്യുക, അതായത് 2 - 2ന്റെ സ്ക്വയർ എന്ന് വരും. ആക്ച്വലി ഇത് എക്സ് ആക്സസിന് പാരലൽ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അവിടെ ഡിസ്റ്റൻസ് കാണാൻ മോഡുലസ് വെച്ചൊക്കെ ഒരു വാല്യൂ പഠിച്ചിട്ടുണ്ടോ, ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ, അത് അപ്ലൈ ചെയ്യണമെന്നില്ല, ഇത് അപ്ലൈ ചെയ്താൽ മതി. എല്ലാത്തിനും ഇയാളെ യൂസ് ചെയ്യാം. സോ 3 - 0 എന്ന് പറയുമ്പോൾ 9 ആയി അല്ലേ? 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആയി. 2 - 2 എന്ന് പറയുമ്പോൾ 0 ആണ്. √0 എന്ന് പറയുമ്പോൾ അത് 0 ആണ്. സോ 9 + 0 വരും, ദാറ്റ് ഈസ് √9. √9 എന്തോ ആയിക്കോട്ടെ, ബട്ട് വി നോ ഇറ്റ് ഈസ് ലെസ് ദാൻ ദി റേഡിയസ്. കാരണം റേഡിയസ് എത്രയാ? റേഡിയസ് എന്ന് പറയുന്നത് √10 ആണ് അല്ലെ? ഇയാൾ √10നേക്കാൾ ചെറുതാ. √10നേക്കാൾ അതായത് റേഡിയസിനേക്കാൾ ചെറുതാണെങ്കിൽ സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസിനേക്കാൾ കുറവാ. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദി സർക്കിൾ അല്ലേ? ഇയാള് ഇൻസൈഡ് ആണ്. ഓക്കെ, ആ സർക്കിളിന്റെ ഇൻസൈഡ് പോയിന്റ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി 2 പോയിന്റ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രൈ നോക്കാം. ക്ലിയർ? നൗ ലുക്ക് അറ്റ് അനദർ വൺ. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 5, 3 ആസ് ദി സെന്റർ. അപ്പൊ അഗെയിൻ
ഒരു സർക്കിളിന്റെ ക്വസ്റ്റ്യൻ. സർക്കിളിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിൽ സ്ഥിരമായിട്ട് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കെയർ ചെയ്യാം. It is from SSLC 2020. That means we are given the center of the circle is 5,3 and the circle is passes through 5, 6 is a point on the circle. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണെന്ന് വിചാരിക്കാം. Okay, 5,6 is a point on the circle. അങ്ങനെയാണ് ചോദ്യം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ? സോ ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്നത് യൂസിങ് ഡിസ്റ്റൻസ് ഫോർമുല. ദിസ് ഈസ് 5 മൈനസ് 5 ഹോൾ സ്ക്വയർ, എക്സുകളുടെ ചേഞ്ച് സ്ക്വയർ പ്ലസ് 6 മൈനസ് 3 ഹോൾ സ്ക്വയർ, വൈകളുടെ ചേഞ്ച് സ്ക്വയർ. 5 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3 വരും. 3ന്റെ സ്ക്വയർ 9 വരും. റൂട്ട് 9 എന്ന് പറയുമ്പോൾ 3 കിട്ടുകയും ചെയ്യും. അപ്പോൾ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 3. ദാറ്റ് മീൻസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. അത് നമ്മൾ മറ്റൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ജോമെട്രി ആൻഡ് ആൽജിബ്രയാണ്. ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡഡ് അല്ലാത്തൊരു ടോപ്പിക് കൂടിയാണ്. സോ അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഇവിടെ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ ടു ദി എക്സ് ആക്സസ്? നല്ലൊരു ചോദ്യം. ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എക്സ് ആക്സസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എങ്ങനെയാ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് എക്സ് ആക്സസിലേക്കുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക? അവിടെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യനും കൂടിയാണ്. അവിടെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. സപ്പോസ് ഇങ്ങനെ എക്സ് ആക്സസും വൈ ആക്സസും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ശരിക്കും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ? എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? ഒന്ന് നമ്മൾ പറയും എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അവിടെ കാണുന്ന നമ്പറാണ്. വൈ കോർഡിനേറ്റോ വൈ ആക്സസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അവിടെ കാണുന്ന നമ്പറാണ്. ശരി, ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? എക്സ് ആക്സസിലേക്കുള്ള പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണ് ശരിക്കും എന്ത്? വൈ കോർഡിനേറ്റ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റാണ്. മനസ്സിലായില്ല? എടാ, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 3 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഡിസ്റ്റൻസ് 3 ആണ് എന്നല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസും 3 ആകണ്ടേ? ആണ്. അപ്പൊ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം അത് തന്നെയല്ലേ? എന്താ നമ്മളോട് ചോദിച്ചത്? എന്താ ചോദിച്ചെന്താ? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ ടു ദി എക്സ് ആക്സിസ്? എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്താ? അത് വൈ കോർഡിനേറ്റ് ഈക്വൽ ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 3 അല്ലേ? ഇത് 3 ആണ്. നേരെ നോക്കി പറയാവുന്നതാണ് ശരിക്കും. And now the last question. What is the length of the tangent from the origin to the circle? നല്ല ചോദ്യം. സർക്കിളിന്റെ ഈ ഒറിജിനിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ലെങ്ത് എന്താ? എടാ, നമ്മൾ ഇവിടെ നിങ്ങട്ടേക്കുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? പറഞ്ഞു. ഈ സർക്കിളിന്റെ റേഡിയസും 3 യൂണിറ്റ് ആണെന്ന് കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം ഈ വരച്ചത് തെറ്റാണെന്നല്ലേ? എന്താ അങ്ങനെ കാരണം? ഇതാ ശ്രദ്ധിച്ചോളൂ. അതായത് ഈ ലൈൻ ഇവിടെ അല്ല ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവും. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 3, അത് റേഡിയസിന് ഈക്വലും ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ് നമ്മൾ കിട്ടി, എക്സ് ആക്സസിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ? ആ റേഡിയസും 3 തന്നെയാണ്. അപ്പോൾ അതിനർത്ഥം കറക്റ്റും ഇവിടെ ടച്ച് ചെയ്യുന്ന. അങ്ങനെ ആകുമ്പോൾ ഈ ഡിസ്റ്റൻസും റേഡിയസും സെയിം ആവുള്ളൂ. ആയി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒറിജിനിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ലെങ്ത്, ഇത് ഒറിജിൻ ആണ് O. ഈ OA എന്ന് പറയുന്നത് ശരിക്കും അങ്ങനത്തെ ഒരു ടാൻജന്റ് അല്ലേ? OA എന്ന് പറയുന്നത് ശരിക്കും അങ്ങനത്തെ ഒരു ടാൻജന്റ് അല്ലേ? ആണ്. കാരണം സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റാ. അത് OAയുടെ ലെങ്ത് ആ ചോദിച്ചത്. സിമ്പിൾ ചോദ്യം. OAന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? വി നോ ദ എക്സ് കോർഡിനേറ്റ് ഈസ് 5. ഇവിടെ എക്സ് കോർഡിനേറ്റ് 5 ആണെന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് 5 ആണെന്ന് അർത്ഥം. ദാറ്റ് മീൻസ് ദ ലെങ്ത് ഓഫ് ദി ടാൻജന്റ് ഈസ് 5. ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാ, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് ആലോചിച്ച് നിങ്ങൾക്ക് കാര്യം കിട്ടും. ഓക്കെ, നൗ ലുക്ക് അറ്റ് അനദർ വൺ. ദ കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ A 1 1, B 5 5, C 2,5. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിന്റ് D ഓഫ് AB. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് നൽകുകയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് 1,1, B എന്ന് പറയുന്ന പോയിന്റ് 5,5, C എന്ന് പറയുന്ന പോയിന്റ് 2,5. ഓക്കെ, എന്നിട്ട് ചോദ്യം എങ്ങനെയാണ്? റൈറ്റ് ദ
കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിന്റ് ഡി ഓഫ് എ ബി. എ ബി എന്ന് പറയുന്ന സൈഡിന് മിഡ് പോയിന്റ് ഉണ്ട്, അതിനെ ഡി എന്നാണ് വിളിച്ചത്. ആ ഡിയുടെ കോർഡിനേറ്റ് എന്താണെന്നാണ് ചോദ്യം. മിഡ് പോയിന്റ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ, ജിയോമെട്രി ആൻഡ് ആൽജിബ്രയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞ സി ഡിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഡി കിട്ടി, സിയും കിട്ടി. സോ സുഖമായിട്ട് ലെങ്ത് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് ഫ്രം SSLC 2018. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇത്രയുമാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. എക്സാമിന് ഫോക്കസ് ഏരിയയിൽ ഈ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഓൾമോസ്റ്റ് ഇത്രയൊക്കെ തന്നെയാണ് ചാപ്റ്ററിൻ്റെ കണ്ടന്റും ഉള്ളത്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ കോണ്ടന്റും ഈ ഒരു ലെവലിലേക്ക് തന്നെയാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ നോക്കുക. സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് മതി ഈ ചാപ്റ്ററിൽ. അത് പ്രാക്ടീസ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.